ഈ കാണുന്നത് ഇന്ന് കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏതോ ഒരു ഫ്ലഡ് നടത്തുന്ന സ്ഥലത്ത് നിന്നും ആ റെസ്ക്യൂ ചെയ്യുന്ന ആൾ അവസാനം ഒരു കുരങ്ങനെയും അതിന്റെ കുട്ടിയെയും കൂടി സേവ് ചെയ്തിട്ട് പോകുന്ന ഒരു വീഡിയോ. വളരെ മനുഷ്യത്വപരമായ ഒരു ആക്ട് ആയിട്ട് തോന്നി. എന്നാൽ തൊട്ടടുത്ത മൊമെന്റിൽ എനിക്ക് തോന്നി ഇതൊരു ജനറേറ്റഡ് വീഡിയോ ആണോ എന്ന്. പല പ്രാവശ്യം കണ്ടിട്ടും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് എയോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാമെന്ന് തീരുമാനിച്ചു. 4 എകളോടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇതിൽ ക്ലൗഡ് വളരെ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു ആൻസർ ആണ് പറഞ്ഞത്. ആദ്യം ആണെന്നുള്ള രീതിയിലും പിന്നെ അല്ല എന്നുള്ള രീതിയിലും എല്ലാം ഹാലൂസിനേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്ലൗഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നു. ചാറ്റ് ജിപിടിയും ഗ്രോക്കും പറയുന്നു ഈ വീഡിയോ റിയൽ ആണ്. അതേസമയം ഗൂഗിൾ ജെമിനി പറയുന്നു ഈ വീഡിയോ മാനിപ്പുലേറ്റഡ് ആണ്, AI ജനറേറ്റഡ് ആണ് എന്ന്. ജെമിനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ടായിരുന്നു. 5 പോയിന്റ് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഈ ബോട്ട് അടുത്തേക്ക് വരുമ്പോൾ വെള്ളത്തിന്റെ മൂവ്മെന്റ് കറക്റ്റ് അല്ല, കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. അതായത് ആ കുരഞ്ഞിരിക്കുന്ന പോസ്റ്റിന് ബാക്കിലുള്ള വെള്ളം കറക്റ്റ് ആയിട്ടല്ല മൂവ്മെന്റ് ഉള്ളത്. 2, വെള്ളത്തിന്റെ കളർ കറക്റ്റ് അല്ല, അത് കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഈ ആനിമൽ കുരങ്ങിന്റെ മൂവ്മെന്റ് ഒരു നാച്ചുറൽ ആയി തോന്നുന്നില്ല എന്നുള്ളതാണ്. 4, ആ ദൂരെ കാണുന്ന മരത്തിന്റെ കളർ കൺസിസ്റ്റന്റ് അല്ല, അതൊരു ആർട്ടിഫിഷ്യൽ കളർ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നാണ് ജെമിനി പറയുന്നത്. ഈ 4 പോയിന്റും എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഇതെല്ലാം റിയൽ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. 5ാമതൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ബോട്ട് ഈ കുരങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ റെസ്ക്യൂവറിന്റെ തലയുടെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. ആ ഹെൽമെറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആക്ഷൻ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ആക്ഷൻ ക്യാമറയും ഈ ഹെൽമെറ്റുമായിട്ടുള്ള കണക്ഷൻ കാണുന്നില്ല. ക്യാമറ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്നാണ് ജെമിനി പറയുന്നത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ ഒരു പോയിന്റ് ആണ് കുറച്ചെങ്കിലും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് ഗ്രോക്കിന്റെയും ചാറ്റ് ജിപിടിയും എടുത്ത് വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, ഇത് റിയൽ ആണെങ്കിൽ. അപ്പൊ അവർ പറഞ്ഞു ഇത് റിയൽ അല്ലാത്തതുകൊണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടോ അല്ല അങ്ങനെ വരുന്നത്. ഈ വീഡിയോ പല പ്രാവശ്യം റെൻഡർ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പലതരം ഫിൽറ്ററുകൾ വന്നിട്ടുണ്ടാവും. അവിടെ എവിടെയോ വെച്ച് ഇതിന്റെ കുറെ അധികം കണ്ടന്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആ ഒരു കണക്ഷന്റെ ഭാഗവും നഷ്ടപ്പെട്ടതാണ്, അല്ലാതെ ഇത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അല്ല എന്ന്. സോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് AI-ക്ക് തീർച്ചയായും 100% തെറ്റ് പറ്റാം എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു AI-ക്ക് തെറ്റ് പറ്റിയേ മതിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇത് ഒറിജിനൽ ആണോ അതോ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തതാണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക്